ഈ കണ്ടെയ്നർ അത് തീരങ്ങളിൽ അടിയാനുള്ള സാധ്യത എന്നതിനപ്പുറത്തേക്ക് അടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ചെറിയ അഴീക്കലിൽ അടിഞ്ഞിട്ടുണ്ട് ഒരു കണ്ടെയ്നർ, അത് ശൂന്യമാണ്. മറ്റു ചില കണ്ടെയ്നറുകൾ കൊല്ലം ജില്ലയുടെ മറ്റു ചില തീരപ്രദേശങ്ങളിൽ അടിഞ്ഞു എന്ന വാർത്തകൾ കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ഏതായാലും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്, വിശദമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ചെറിയ അഴീക്കലിൽ അടിഞ്ഞ ഈ കണ്ടെയ്നറിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ അകം ശൂന്യമാണ്. ഏതായാലും അത് അടിഞ്ഞ ആ നിമിഷം തന്നെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യമായ ആശങ്കകൾ ഉണ്ടായില്ല. അതുമാത്രമല്ല, കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നത് കൊണ്ട് തീരദേശത്തും കാര്യമായ പരിഭ്രാന്തി ഉണ്ടായില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ അതിൻ്റെ അകത്ത് ഈ സൾഫർ ലോ കണ്ടന്റ് അടങ്ങിയ മറൈൻ എൻജിൻ ഓയിൽ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ജാഗ്രത മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ രാജ്കുമാർ ഉണ്ട് എന്നോടൊപ്പം. രാജ്കുമാർ ഇപ്പോൾ ചെറിയ അഴീക്കലിൽ നിന്ന് മറ്റൊരു തീരത്തേക്കുള്ള യാത്രയിലാണ്. അതുകൊണ്ട് ആദ്യം ടെലിഫോൺ ലൈനിലാണ് എന്നോടൊപ്പം ചേരുക. അതിനുശേഷം ലൈവിൽ തത്സമയം നമ്മളിലേക്ക് ചേരും. ഏതായാലും മഴ നനഞ്ഞ ഗുഡ് മോർണിംഗ് നമ്മുടെ സുഹൃത്തുക്കൾ നൽകുന്നു. മഴ ദിനമെന്നാണ് എഴുതുന്നത്. മഴയ്ക്ക് വിശ്രമമില്ലാത്തൊരു ദിവസമായിരുന്നു കടന്നു പോകുന്നുവെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇടുക്കി ജില്ലയിലുള്ളവർക്കാണ്. ഇടുക്കി ജില്ലയിൽ പലയിടത്തും റോഡിൽ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നുണ്ട്, ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം. ആ മേഖലകളിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർ അതൊക്കെ ഒന്ന് ആലോചിച്ച ശേഷം മാത്രം അങ്ങോട്ടേക്ക് പോവുക. തീരദേശ മേഖലകളിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ എല്ലാ മുന്നറിയിപ്പുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ യാത്രകൾ പ്ലാൻ ചെയ്യാവുകയുള്ളൂ. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ ഏറ്റവും സൂക്ഷ്മതയോടെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നമുക്ക് അപകടങ്ങളില്ലാതെ ഈ മഴക്കാലത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഏതായാലും കാലവർഷം 2ാം ദിനത്തിൽ ശക്തമായ മഴ തുടരുന്നു എന്നത് തന്നെയാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വരും ദിവസങ്ങളിലും ഈ മഴ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 11 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഉയർന്ന അലർട്ടാണ്. അതിതീവ്ര മഴയാണ് റെഡ് അലർട്ടിലൂടെ പ്രവചിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ജാഗ്രത നൽകിയിരിക്കുന്ന എല്ലാ ജില്ലകളും അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം, സർക്കാർ സംവിധാനങ്ങളൊക്കെ 24 അവേഴ്സ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ്, കൺട്രോൾ റൂമുകളൊക്കെ തുറന്നുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ സർക്കാർ വലിയ ജാഗ്രതയോടെ തന്നെയാണ് ഈ മഴക്കാലത്തെ മുന്നോട്ട് അല്ലെങ്കിൽ നേരിടുന്നത്. നമുക്കും സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒപ്പം തന്നെ സ്വയം ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ഈ ഘട്ടത്തിൽ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ മലയാള മനോരമ കള്ളവാർത്ത നൽകിയതിനു ശേഷം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഇന്നലെയാണ് മലയാള മനോരമ ഈ മേഘ കൺസ്ട്രക്ഷൻസിൽ നിന്ന് CPIM 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന പച്ചക്കള്ളം എഴുതി പിടിപ്പിച്ചത്. അതിനുശേഷം അവർ ഇപ്പോൾ ഇതാ പതിവ് പോലെ നിരവധി കള്ളവാർത്തകൾ നേരത്തെ നൽകിയിട്ടുണ്ട്. അതിലൊക്കെ ഖേദം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ പതിവിന് വിപരീതമായി ഇന്നലെ പാർട്ടി നിയമ നടപടി സ്വീകരിക്കുന്നത് കണ്ടു. വക്കീൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നിയമ നടപടി സ്വീകരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ഇതാ രാവിലെ ഇന്നത്തെ പത്രത്തിൽ ഇന്ന് കള്ളവാർത്തകൾ എഴുതുന്ന ആ സ്ഥലത്ത് ഇന്ന് പകരം ഖേദപ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല എന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിലുണ്ട് CPIM ആണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ഏക പാർട്ടി എന്ന്. അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ രേഖയായി നിൽക്കുമ്പോഴാണ് മലയാള മനോരമ പോലെ കേരളത്തിലെ 1-ാം നമ്പർ പത്രമെന്ന് അവർ അവകാശപ്പെടുന്ന, എന്നാൽ ABC-യുടെ കണക്കുകൾ പ്രകാരം സർക്കുലേഷൻ ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പത്രം ഇത്തരത്തിൽ കള്ളത്തരം എഴുതി പിടിപ്പിക്കുന്നത്, പച്ചക്കള്ളം എഴുതി പറയുന്നത്. ഏതായാലും ഇന്ന് അവർ ഖേദം പ്രകടിപ്പിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും ഒരു വാർത്ത, ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കവിത, തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന മന്ത്രി MB രാജേഷുമായി മദ്യനയത്തിൽ ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പച്ചക്കള്ളം എഴുതി പിടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിറ്റേ ദിവസം അത് തെളിവുകൾ സഹിതം പൊളിഞ്ഞപ്പോൾ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ അതിനുശേഷം മറ്റൊരു കള്ളവാർത്ത എഴുതുന്നു, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം ഞാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഈ കണ്ടെയ്നർ തീരത്തടിഞ്ഞ സ്ഥലങ്ങളിലേക്ക് തന്നെയാണ്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ചെറിയ അഴീക്കലിലായിരുന്നു ആദ്യ കണ്ടെയ്നർ അടിഞ്ഞത്. ഇപ്പോഴിതാ മറ്റൊരു കണ്ടെയ്നർ കൂടി മറ്റൊരു തീരത്ത് അടിഞ്ഞിരിക്കുകയാണ്. ഇതെവിടെയാണ്? ഇതിന്റെ അകം ചെറിയ അഴീക്കലിലേതുപോലെ തന്നെ ശൂന്യമാണോ? എന്താണ് സാഹചര്യം? 3 കണ്ടെയ്നറുകൾ ഒരുമിച്ചാണ് ഇപ്പോൾ അടിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ ശൂന്യമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. മാത്രമല്ല, അതെ, ഇത് കൊല്ലം ശക്തികുളങ്ങര മദാമത്തോപ്പ്. കൊല്ലം ശക്തികുളങ്ങരയിലെ ഹാർബറിന് സമീപത്തുള്ള മദാമത്തോപ്പിലാണ് നമ്മളിപ്പോഴുള്ളത്. ആ മദാമത്തോപ്പിലാണ് 3 കണ്ടെയ്നറുകൾ ഒരുമിച്ച്. ഇത് സാധാരണ ഷിപ്പ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ
ലോക്ക് ചെയ്യാറുണ്ട്. ആ ലോക്ക് പോകാതെ ആ ലോക്കോട് കൂടിയാണ്, അതുകൊണ്ടാണ് ഈ മൂന്നെണ്ണവും ഒരുമിച്ച് ഇവിടെ അയ്യുന്നുള്ളത് നമ്മൾ നമ്മളിപ്പോൾ കരുതുന്നത്. തീർച്ചയായും രാജ്കുമാർ നേരത്തെ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ജാഗ്രത തീരദേശം ഒന്നടങ്കം പുലർത്തുന്നുണ്ട്. അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റെന്തൊക്കെയോ കടലിലൂടെ ഒഴുകി നടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. പറഞ്ഞു. മറ്റൊരു വിവരം, കടലിൽ ഇനിയും കണ്ടെയ്നറുകൾ ഒഴുകി വരുന്നുണ്ട്. അത് നമ്മുടെ 3 കൂടി കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. അത് നമുക്ക് തീരത്തുനിന്ന് വളരെ ക്യാമറയിൽ അതിന്റെ ദൃശ്യങ്ങൾ കാണാം. കടലിൽ 3 കണ്ടെയ്നർ കൂടി ഉണ്ട്. അത് താമസിയാതെ ഈ കൊല്ലത്തിന്റെ ഏതെങ്കിലും ഒരു തീരത്ത്, തങ്കശ്ശേരി പോലുള്ള ഒരു ഭാഗത്ത് അടിയാനാണ് സാധ്യത. ചേട്ടാ, ഇത് എപ്പോഴാണ്? ഇത് 5:30 മണിക്ക് പുലർച്ചെ. ഈ പുലർച്ചെ 5:30 മണിക്ക്. ഇത് പുലർച്ചെ 5:30 മണിക്ക് ഇവിടെ കണ്ട്, നാട്ടുകാർ കണ്ട്. അങ്ങനെ ഈ പരിസരവാസികളെല്ലാം ഓടിക്ക് വന്ന് കണ്ട്. ഇതിപ്പോൾ ഫ്രൂട്ട്സ് ഐറ്റങ്ങളാണ് അതിൻ്റെ അകത്തുള്ളതല്ല. ഇത് ഫ്രൂട്ട്സ് ഐറ്റങ്ങളായിരിക്കും ഇതിനകത്തുള്ളതല്ല. ഇങ്ങനെ മനസ്സിലായി ഫ്രൂട്ട്സ് ആണ്. കണ്ടെയ്നറിൻ്റെ ഇത് കണ്ടല്ലേ, നമ്മുടെ ആ AC കണ്ടില്ലേ, AC വെച്ച് കണ്ടില്ലേ, ഫ്രീസർ യൂണിറ്റ് ഉണ്ടോ അതിൽ? ഉണ്ട്. ഈ ഫ്രീസറുണ്ട് അതിനകത്ത്. ഈ അറ്റം കിടക്കുന്നതിനകത്ത് ഫ്രീസറുണ്ട്. ഈ ലാസ്റ്റ് കിടക്കുന്നില്ലേ, അതിനകത്ത് ഫ്രീസർ ഉള്ളതാണ്. അത് നമുക്ക് കണ്ടറിയാം. നമ്മുടെ AC യുടെ സെറ്റപ്പ് കാണുന്നുണ്ട്, തണുത്തിരിക്കുന്ന അതാണ് ഈ ലാസ്റ്റ് കാണുന്ന കണ്ടെയ്നറിലുള്ള. ധാരാളം സ്ത്രീകളുണ്ട്. നിങ്ങളിവിടെ താമസിക്കുന്നില്ലേ? നിങ്ങളിത് ശബ്ദം പോലെ കേട്ടോ? രാത്രി എന്തെങ്കിലും ഇത് വരുന്നില്ല? ഇല്ല ഒന്നും കേട്ടില്ല. ഞാനിപ്പോൾ രാവിലെ ഉറക്കണിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് കിടക്കുന്നത് കണ്ടത്. ശബ്ദമൊന്നും കേട്ടിട്ടില്ലായിരുന്നു. രാവിലെ ഉറക്കണിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അങ്ങായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു. വേറെ ആയിരുന്നോ ഇതിനെ കുറിച്ച്? അതെ, അത് വേറെ ആയിരുന്നു. ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മനു, തീരത്തുള്ളവർ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തീരത്തുള്ളവരൊക്കെ ഇപ്പോൾ ജാഗ്രതയിലാണ്. നിങ്ങളിപ്പോൾ ഇതൊക്കെ നോക്കിയിരിക്കുമായിരിക്കും അല്ലേ? അത് നല്ല കാഴ്ചയല്ലേ? കണ്ടെയ്നർ പറഞ്ഞു കിടക്കുന്നത് നല്ല കാഴ്ച. അതെ, നല്ല കാഴ്ച. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി കണ്ടിട്ടില്ലല്ലോ, അപ്പൊ ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ? പക്ഷേ ഇതിന് അടുക്കൽ പോവാൻ പാടില്ല, തൊടാൻ പാടില്ല, ശ്വസിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള മുന്നറിയിപ്പുണ്ട്. കാണുന്നത് നമ്മൾ കുറെ മാറിയെന്നല്ലേ, പിന്നെ ഇത്രയും പേരും ഉണ്ട്, അപ്പൊ നമുക്ക് പേടിക്കണ്ട, എല്ലാരും ഉണ്ടല്ലോ. അതന്നെ അത്രേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ തീരത്തൊക്കെ ആദ്യമായിട്ടാണോ ഇങ്ങനെ കാണുന്നത്? ഈ കണ്ടെയ്നർ വഴി വരുന്ന ആദ്യമായിട്ടാണ് വരുന്നത് നമ്മുടെ തീരത്തേക്ക്. കപ്പൽ ഇവിടെ താന്നില്ലല്ലോ, ഇവിടെ കപ്പൽ മുങ്ങിയായിട്ടൊന്നും നമ്മുടെ അറിവിലില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് സംഭവിച്ചിങ്ങനെ. എനിക്ക് ഇത് MD ആയിട്ടാണ് ഇങ്ങനെ ഒഴി വന്നത്. വെയിറ്റ് ഇല്ല, ഇത് വെയിറ്റ് ഇല്ലാത്തതിൻ്റെ ഒഴി വരുന്നത്. ഈ വരുന്ന ഇപ്പോൾ 5 കാണാറുണ്ട് നിലവിൽ. നമുക്ക് ഇവിടെ നോക്കി 5 കാണാൻ വരുന്നത്. 5 ഉണ്ട്. 5 വരുന്നതാണ്. കടലിൽ കൂടി 5 വീണ്ടും ഒഴുകി വരിക. വീണ്ടും ഒഴി വരുന്നുണ്ട്. അതുപോലെ കാണുന്ന 5 ഒഴി വരുന്നത്. നമുക്ക് ഇവിടെ നോക്കി 5 കാണാം. ആ 5 MD ആയിട്ടാണ് ഇങ്ങനെ ഒഴി വരുന്നത്. ഒരെണ്ണം പൊളിഞ്ഞതിൻ്റെതായി ഇവിടെ പകുതി ഇവിടെ അടിങ്ങി. കണ്ടോ? ഇല്ല, ഡോറല്ല, ഇതിൻ്റെ ഡോറല്ല. ഇത് ഒരെണ്ണം പൊളിഞ്ഞതിൻ്റെ ബാക്കി പോയിട്ടുണ്ട് ഇതിൽ നിന്ന്. അതിൻ്റെ ബാക്കി സാധനം ഇപ്പോൾ ഇവിടെ വന്ന് അടിഞ്ഞത്. ബാക്കി ഇനി 5 ഇവിടെ നിന്ന് ഒഴി വരുന്നത് കാണാം. മിക്കവാറും കൊല്ലത്തായിരിക്കും ഈ കണ്ടെയ്നറിന്റെ ഭൂരിപക്ഷവും. എന്തുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് ഇത് ഒഴുകുന്നത്? ഈ വെള്ളവും കാറ്റും കൊണ്ട് നിൽക്കുന്നുണ്ട്. വെള്ളം തെക്കോട്ട് വലിക്കുകയാണ്, കാറ്റ് പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് നിൽക്കുന്നത്. അപ്പോൾ തെക്കോട്ട് വലിയുന്ന സാധനങ്ങൾ കാറ്റിന് കിഴക്കോട്ട് അടിഞ്ഞടിഞ്ഞ് ഇവിടെ വന്ന് അടിയുന്നതാണ്. അത് ഈ കരുനാപ്പള്ളി മുതൽ അല്ലെ കായംകുളം മുതൽ തെക്കോട്ട് ഈ സാധനം കിട്ടത്തുള്ളൂ, വടക്കോട്ട് കിട്ടത്തില്ല. ഭയങ്കര റഫാ. അപ്പോൾ ആ കാലാവസ്ഥ ഈ പ്രതികൂലമായിട്ട് ഇരിക്കുന്നുണ്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. ബോട്ടൊക്കെ ഫിഷിംഗ് ബോട്ടൊക്കെ കണ്ടില്ല, കടലിൽ കിടക്കുന്നത്. അത് കൊല്ലത്ത് കിടന്നിട്ട് ഇറങ്ങി വരുന്ന ബോട്ടുകളാണ്. ഇപ്പോൾ കൊല്ലത്ത് പണിയാൻ പറ്റാതെ കൊല്ലത്ത് തങ്കശ്ശേരി കയറി കിടന്നിട്ട് അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് വരുന്ന ബോട്ടുകളാണ്. അല്ല, പണിയാൻ പറ്റി കാണത്തില്ല ഈ ബോട്ടുകാർക്കൊന്നും. ഇപ്പോൾ വെള്ളം ഈ തെക്കോട്ട് വലിയുന്നതിൻ്റെ പേരിലാണ് ഈ തെക്കോട്ട് സാധനം ഒഴി വന്നത്. കാറ്റ് പടിഞ്ഞാറുന്ന് കിഴക്കോട്ടിരിക്കുന്നതിൻ്റെ പേരിൽ ആ കാറ്റിനെ കൊണ്ട് കിഴക്കോട്ട് ഒഴുകും തോറും കിഴക്കോട്ട് ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ സാധനം. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്ന് അടിഞ്ഞത്. ഇനിയിപ്പോൾ ഈ ബാക്കിയുള്ള കണ്ടെയ്നറിൽ ഏത് ഭാഗത്തോട്ട് പോകാനാണ് സാധ്യത? അവിടെ കപ്പൽ മുങ്ങിയെടുത്ത് പറഞ്ഞാൽ തെക്കോട്ട് വരുന്നുള്ളൂ, ഈ രീതിയിൽ തന്നെ വരുന്നുള്ളൂ. പിന്നെ വെയിറ്റുള്ള സാധനം എവിടെയെങ്കിലും താന്നിരുന്നാൽ, ഈ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും താന്നിരുന്നാൽ അത് അവിടെ തന്നെ ഇരിക്കും. പിന്നെ അതിന് ബോട്ടുകാരൊക്കെ പണിക്ക് പോകുമ്പോഴല്ലേ വള്ളക്കാർ പണിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായി മാറി, എടുത്ത് മാറ്റിയില്ലെങ്കിൽ. ഒരു അപകടം ഉണ്ടല്ലേ അതിന്റെ പ്രൊപ്പലറിലൊക്കെ തട്ടാനുള്ള സാധ്യത? പ്രൊപ്പലറിൽ തട്ടത്തില്ല. ഈ സാധനം നമ്മൾ താഴെ പോയിരിക്കുമ്പോഴേ നമ്മൾ ബോർഡ് വലയൊക്കെ ഇറക്കി വലിക്കുമ്പം, വള്ളക്കാർ വല വളയുമ്പം അല്ലെങ്കിൽ ബോട്ടുകാർ വലിക്കുമ്പം ഇതിനകത്ത് കയറി ഉടക്കി ഈ സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു വലയ്ക്കെന്ന് പറഞ്ഞാൽ 70,000-80,000 വിലയാണ്. ഒരു വല ഉടക്കി പോയാൽ 80,000 ബോട്ടുകാരന് നഷ്ടമാണ്. അന്ന് അന്നത്തെ പണി അത്. ഇത് ഫുഡിൻ്റെ കണ്ടെയ്നറായത്. ഇത് ഫുഡ് പോകുന്നത് നമ്മളൊക്കെ എക്സ്പോർട്ടിംഗ് കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് കറക്റ്റ് ഫ്രീസ് ചെയ്ത് ഫുഡ് വന്ന കണ്ടെയ്നറായത്. ഇതിനകത്ത് ഈ വിഷാംശം ഉള്ളത് മാത്രമല്ല, എല്ലാ കണ്ടെയ്നറും ഒരു ഷിപ്പിൻ്റെ അകത്ത് പറഞ്ഞാൽ എല്ലാ കണ്ടെയ്നറും പോകും. അതിൻ്റെ ചിലപ്പോൾ ടെയിൽ കാണും, ചിലപ്പോൾ മണൽ കാണും,
മറ്റുള്ള ഏത് രാജ്യത്ത് ഇന്ന സാധനമോ ആ സാധനങ്ങളെല്ലാം കാണും ഉറപ്പായിട്ട്. അല്ലാതെ ഈ വിഷാംശമുള്ള കെമിക്കൽ മാത്രം, അതിൻ്റെ അതിൽ പെയിൻറ്റ് കാണും, ചിലപ്പോൾ മിനറൽ വാട്ടർ കാണും. ഇവിടെ അങ്ങനെ എന്താ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലത്തും പോകുന്ന സാധനങ്ങളുണ്ടല്ലോ. ഇത് ഫുഡിൻ്റെ കണ്ടെയ്നറാണ് ഉറപ്പായിട്ട്. ഞങ്ങൾ എക്സ്പോർട്ടിങ് കമ്പനികളിൽ പോകുന്ന കണ്ടെയ്നറായത് നമുക്കറിയാവുന്നത്. മനു, തീരത്തുള്ളവർക്ക് മറ്റു ചില ആശങ്കകൾ കൂടിയുണ്ട്. കാര്യം ഇതിൽ ഈ പറയുന്നത് പോലെ ഇത് പിന്നീട് ഇതിപ്പോൾ നമ്മൾ ഈ നിന്ന സ്ഥലത്ത് നിന്ന് ഒരു 75 മീറ്ററേക്ക് ഇപ്പോൾ ദൂരേക്ക് മാറിയിട്ടുണ്ട്. ഇത് ആ ഭാഗം നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി അവിടെ ഉറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കടൽ പ്രക്ഷുബ്ധമാവുകയാണെങ്കിൽ വീണ്ടും ഇത് ഇവിടുന്ന് വലിച്ചോട്ട് മറ്റ് ചില ഭാഗങ്ങളിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഈ കടലിൽ തന്നെ നമ്മൾ നേരത്തെ അയ്യപ്പൻ വിഷ്വൽസ് കാണിച്ചു കാണും, ഏതാണ്ട് 5-ലധികം കണ്ടെയ്നറുകൾ ഒഴുകി വരുന്നു എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മറ്റ് അതിൻ്റെ നമുക്ക് രാജ്കുമാറെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗത്തല്ലേ ഇപ്പോൾ തിരയടിക്കുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ വന്ന് അടിയുന്ന സ്ഥലത്ത് നിന്ന് അത് പ്രദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതാണ് ഇവർ ഈ സൂചിപ്പിച്ചത്. തെക്കോട്ടുള്ള ആ ഒഴുക്കിനനുസരിച്ച് ഈ കാറ്റും അതുപോലെ തന്നെ തിരമാലകളുടെ ഒരു അണ്ടർ കറണ്ട് എപ്പോഴും ഉണ്ട്. അടിയൊഴുക്കും അതുപോലെ ഉപരിതലത്തിലെ ഒഴുക്കും അനുസരിച്ച് ഈ കാറ്റിൻ്റെ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ കിഴക്കൻ തെക്കോട്ട് തന്നെ ഇത് വരാനാണ് സാധ്യത. അത് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് പറഞ്ഞിരുന്നത്. ഇത് എറണാകുളത്ത് അല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ കാറ്റിൻ്റെയും ഈ പറഞ്ഞ ഇതിൻ്റെ ഈ തിരമാലകളുടെയൊക്കെ ഒരു വിധിഗതികൾ മനസ്സിലാക്കുമ്പോൾ അത് തെക്കോട്ട് തന്നെ വരുന്നു. അതാണ് ഇപ്പോൾ കൊല്ലം തീരത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ചെറിയഴിക്കൽ ഇന്നലെ രാത്രി 10 മണിക്കാണ് അടിഞ്ഞത്. അതേസമയം നമ്മളിപ്പോൾ നിൽക്കുന്ന മദാമത്തോപ്പ്, ശക്തികുളങ്ങര മദാമത്തോപ്പിൽ ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറിനോട് ചേർന്ന പ്രദേശമാണിത്, പുലിമുട്ടിനോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ പുലർച്ചെ 5 മണിക്ക് ഇതാണ് നാട്ടുകാർ കാണുന്നത്. ഇത് ഇവിടെ ഈ തീരത്തേക്ക് അടിയുന്നത് പുലർച്ചെ 5 മണിക്കാണ് കാണുന്നത്. ഇപ്പോൾ ഇനി നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടെയ്നറുകൾ ഇന്ന് പകൽ സമയങ്ങളിൽ തീരത്ത് അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് സന്ധ്യയോടുകൂടി കൂടുതൽ കണ്ടെയ്നറുകൾ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം തീരത്തേക്ക് വരാനുള്ളൊരു സാധ്യത ഇപ്പോൾ ഏറി വരികയാണ്. നിലവിൽ ഇനിയിപ്പോൾ കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ കണ്ടെയ്നറുകൾ മുഴുവനും കസ്റ്റഡിയിലെടുക്കണം. അതാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ. മാത്രമല്ല, ഇതിലിപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി ഈ പറയുന്ന സമയത്ത് തന്നെ 10 മണിക്കാണ് ഇന്നലെ രാത്രി ചെറിയഴിക്കൽ വന്ന് ഇതടിഞ്ഞത്. ആ സമയം മുതൽ ജില്ലാ ഭരണകൂടം, ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ദേവിദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ അത് പരിശോധിക്കുകയും ആ സമയത്ത് അത് എംറ്റി ആണെന്ന് അവർ അത് കണ്ടെത്തുകയും ചെയ്തു. കാര്യം അതിൻ്റെ ഒരു ഡോറ് തകർന്നുപോയി. അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ അത് ഒരുപക്ഷെ രാസപദാർത്ഥമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളാകാം. അത് കടലിലേക്ക് പോയിട്ടുണ്ട്, കടലിൽ വീണിട്ടുണ്ടത്. അപ്പോൾ ഇതിൽ ഇനി രാസപദാർത്ഥമാണെങ്കിൽ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ അത് പ്രതികൂലമായി കൊണ്ടുവരുന്നുണ്ട്. രാജ്കുമാർ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം കണ്ട കണ്ടെയ്നർ MT ആയിരുന്നു, ശൂന്യമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അത് രാസവസ്തുക്കളാണെങ്കിൽ സ്വാഭാവികമായും അത് കടലിൽ വീണ് പോയിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒപ്പം തന്നെ രാജ്കുമാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോസ്റ്റ് ഗാർഡിൻ്റെ ഒന്നും സംഘങ്ങൾ തീരങ്ങളിലേക്ക് വന്നിട്ടില്ലേ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞ വിവരം അറിഞ്ഞിട്ട്? കാരണം അത് ഒഴുകി മറ്റിടങ്ങളിലേക്ക് വീണ്ടും മാറുകയാണല്ലോ. ഇത് കരയ്ക്ക് കയറ്റാനോ അതല്ലെങ്കിൽ ഇതിനെ അവിടെ തടഞ്ഞു നിർത്താനോ ഉള്ള സംവിധാനങ്ങളൊന്നും സ്വീകരിക്കുന്നില്ലേ? മനു, ഇതിൻ്റെ ഒരു ഭാരവും മറ്റും ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം കടലിൻ്റെ ഒരു പ്രതികൂല കാലാവസ്ഥയാണിത്. ശക്തമായ കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിഷിംഗ് ബോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലെയുള്ള ഇവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നീക്കുക അല്ലെങ്കിൽ കെട്ടിവലിക്കുക എന്ന് പറയുന്നത് അപകടത്തിലേക്ക് പോകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. കാര്യം ഇത് ഭാരമുള്ളതാണ്, ടൺ കണക്കിന് ഭാരമുള്ളതായിരിക്കാം. ഒരുപക്ഷെ അതിനുള്ളിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ട് അത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മറ്റു ചില ആളപായങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കാര്യത്തിന് മുതിരാത്തത്. നിലവിൽ തീരത്തടിയുന്നതിനുള്ളിൽ എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനടുത്തേക്ക് ആളുകൾ പോകരുത് എന്നൊരു കർശന നിർദ്ദേശം ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാന ദുരന്ത നിവാരണ സമിതി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിനുള്ളിൽ രാസപദാർത്ഥങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനുള്ളിൽ ഭക്ഷണ വസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ആ ഒരുമിച്ചുള്ള 3 കണ്ടെയ്നറുകൾ പോലെ തന്നെയാണ് കടലിൽ ഇപ്പോൾ ഒരു 3 കണ്ടെയ്നർ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായി അതിപ്പോൾ കാണാൻ
സാധിക്കും. ആ കണ്ടെയ്നറുകൾ 3 എണ്ണം അത് ഈ ഭാഗത്തോട്ട് തന്നെയാണ്. പക്ഷെ ഒരുപക്ഷെ അത് ശക്തികുളങ്ങര ഭാഗത്തേക്ക് ആയിരിക്കത്തില്ല. അത് പോകുന്നത് ചിലപ്പം തങ്കശ്ശേരിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആ ഭാഗത്തേക്കായിരിക്കും പോകാനുള്ള ഒരു സാധ്യത. അത് വളരെ വേഗതയിൽ തന്നെയാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായി തന്നെ ഇതിൽ ആ 3 എണ്ണവും ഒരുമിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൽ ഈ നിങ്ങൾ ബോട്ട് ഉടമകൾക്ക് ആശങ്കയുണ്ട്. ഇതിൽ ആശങ്ക എന്ന് പറയുന്നത് കരയിലേക്ക് കയറുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. കടലിൽ തന്നെ ഏതെങ്കിലും ഭാഗത്താണെങ്കിൽ വല വലിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് എന്താണ് സാധനം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോൾ അറിവില്ലല്ലോ. അപ്പോൾ അത് മറ്റ് ബുദ്ധിമുട്ടുകളില്ല. ഇത് കരയ്ക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടുകളിൽ തട്ടിയാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതയും. ബോട്ടുകളിൽ തട്ടിയാൽ അപകടം സംഭവിക്കും. ഇത് ഒഴിവ് വരുന്ന സമയത്തും കാരണം 7 വർഷം 10 വർഷം 15 വർഷം പഴക്കമുള്ള ബോട്ടുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ബോട്ട് പൊളിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കരയ്ക്ക് കയറുന്നത് തന്നെയാണ് പൂർണ്ണമായും നല്ലത്. നിങ്ങളൊക്കെ പതിറ്റാണ്ടുകളായി ഈ രംഗത്തുള്ളവരാണല്ലോ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതിന് സമാനമായ സംഭവം ഉണ്ടായതായി ഓർക്കുന്നുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കടലിൽ ഇങ്ങനെ കണ്ടെയ്നറുകൾ മറിഞ്ഞു വന്ന് അപകടം സംഭവിക്കുന്നതായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. മുമ്പ് കേട്ടിട്ടില്ല. ഇല്ല. മനു, ഇത് ഒരുപക്ഷെ നമ്മുടെ ഈ കേരളത്തിന് ഇതിനു മുമ്പ് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇത് കേരളത്തിൽ നമുക്ക് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ആദ്യമൊക്കെ ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. നേരത്തെ ഇങ്ങനെ വല്ലതും കേട്ടു? ഒന്നും കേട്ടില്ല. മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ്. അപ്പോൾ ഈ പ്രക്ഷുബ്ധമായി നിൽക്കുന്നതുകൊണ്ടാണ് മത്സ്യബന്ധനത്തിന് കൂടുതൽ വാഹനങ്ങൾ പോകാത്തത്. സ്വാഭാവികമായി അത് മത്സ്യത്തൊഴിലാളി ആശങ്കപ്പെടുന്നത് ഇതിൻ്റെ രാസവസ്തു എന്താണെന്ന് മത്സ്യത്തൊഴിലാളികളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനും അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്കുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമാക്കുന്ന നടപടികളാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ വന്ന കണ്ടെയ്നറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ജില്ലാ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട ഏജൻസികളും ഉടനെ തന്നെ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മനു, ഇപ്പോൾ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തി ഇതെല്ലാം കസ്റ്റഡിയിൽ എടുക്കണം. കാര്യം ഇനി ഇത് അവരുടെ പരിധിയിൽ വരുന്നതാണ്. കസ്റ്റംസ് ക്ലിയറൻസോടുകൂടി കടൽ മാർഗം സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലിൽ നിന്നാണ് ഇത്രയേറെ കണ്ടെയ്നറുകൾ ഈ കപ്പൽ തകർന്നതിനെ തുടർന്ന് മുങ്ങിയതിനെ തുടർന്ന് കടലിൽ പതിച്ചതും ഇപ്പോൾ ഒഴുകി നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് കസ്റ്റംസ് ആണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ കണക്കുണ്ട്. ഇത് എത്രയോളം കണ്ടെയ്നറുകൾ തീരെ തടിഞ്ഞു, എത്രത്തോളം കടലിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കണക്കുകൾ അവർക്ക് ആവശ്യമായി വരും. ഇതിൽ ഏതൊക്കെ കണ്ടെയ്നറുകൾ എന്തെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ നിലവിൽ കസ്റ്റംസ് ഇതിൻ്റെ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി അതിൻ്റെ വിവരങ്ങൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെ അവർ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല.